കാലിക്കറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ രണ്ടാമത്, അത് ഏതാണെന്ന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കണ്ടേക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാലിക്കറ്റ് ബീച്ചാട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഒരു അടിപൊളി കരിയത്തും പാറ എന്ന് പറഞ്ഞ അടിപൊളി സ്പോട്ട്. ഇത് ഞാനിവിടെ കാർഡിലിട്ടേക്കാം, നിങ്ങളത് ഒരിക്കലും മിസ് ചെയ്യരുത്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് പോയോ. കാലിക്കറ്റിൽ കുറച്ച് സ്പോട്ടുകൾ, ഒരുപാട് കാലിക്കറ്റ് ബീച്ചുകളാണ് കാലിക്കറ്റ് കൂടുതൽ. അതിൽ കുറച്ച് അടിപൊളി സ്പോട്ട് കമ്പയർലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയ വെർത്തായി തോന്നുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നഷ്ടമാവാത്ത, പറ്റിക്കപ്പെടാത്ത ആ സ്പോട്ടുകളിൽ ഒരു 2-3 സ്പോട്ടാണ് ഞാൻ കാലിക്കറ്റ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാർഡിലും കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാലിക്കറ്റ് ബീച്ചിലാണ്. കാലിക്കറ്റ് ബീച്ച് ഞാൻ കറക്റ്റ് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ മഴക്കാറ് മൂടിയതുകൊണ്ട് സൂര്യനൊന്നും കാണാനില്ല കേട്ടോ. ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ക്രൗഡ് കുറഞ്ഞ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റും. മൊത്തം ഒരു പേപ്പറൊക്കെ പൊടിഞ്ഞ് അതിൻ്റെ ഒരു അവസ്ഥ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് ബീച്ച് ഏകദേശം അറൗണ്ട് ഒരു 4-5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഒരുപാട് നടക്കാൻ അങ്ങോട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് നടക്കണം എന്നല്ല, സ്റ്റാർട്ട് മുതൽ കുറച്ച് ലൈറ്റ് പോകുന്നവരെ നമുക്ക് നടക്കാം. കുറച്ച് ഗ്രെയിൻസ് പോലെ നിങ്ങൾക്കൊന്ന് ഇരുട്ട് മൂടികളുണ്ടാവും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കും കേട്ടോ. ഓക്കെ, ഈ പുള്ളി എൻ്റെ കൂടെ കുറേ നേരം വരും. ഹായ് ബൈ, ഞാൻ ക്യാ ബൈ ക്യാ നെയ് വൺസ് മോർ. ഹായ് ബ്രോ. മലയാളിയാണ്. എന്നോട് എന്ത് പറഞ്ഞു, ഞാൻ പുള്ളിനോട് എന്ത് പറഞ്ഞ. ഓക്കെ, അപ്പം അങ്ങനെ എന്നെ കണ്ടൊരു ബംഗാളി ലുക്ക് ഉണ്ടോന്നു. സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റത്തെ കരിയത്തുംപാറ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വീഡിയോ ആയിരുന്നു. വന്നിട്ട് ഇവിടുത്തെ ഫുഡ്, ഈ ബീച്ചിൻ്റെ തൊട്ടടുത്തൊരു അടിപൊളി കുറ്റിച്ചിറ എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ബിരിയാണീൻ്റെ എക്സ്പീരിയൻസ് കൂടി കിട്ടും കേട്ടോ. കാലിക്കറ്റ് ഫുഡിൻ്റെ മെയിൻ ഏരിയ ആണ്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇവിടെ ബീച്ചിൽ കുറച്ച് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താണ്, ഇവിടെ ആരെങ്കിലൊക്കെ പറ്റിക്കുന്നുണ്ടോ, ഇവിടെ ആരൊക്കെ എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ 4K കാണാൻ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ 4K കാണുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2K യൂസ് ചെയ്താലും മതി കേട്ടോ. ഫോണിലാണെങ്കിൽ 2K യൂസ് ചെയ്തേക്കാം. ഓക്കെ, 2023 പുള്ളി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. 2023 24 ഇപ്പോൾ ഇവിടെ 23 അപ്പോൾ രാത്രിയോടെ ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, ന്യൂ ഇയർ കഴിഞ്ഞത് തന്നെയാണ്. ഇവിടെ ന്യൂ ഇയർ വന്ന് എൻജോയ് ചെയ്തവർക്ക് മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥ ഇതിന് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ബീച്ച് കാണാൻ പറ്റും. 2023 24 അപ്പോൾ സ്റ്റിൽ ഓക്കെ, നടന്നോക്കാം. ബീച്ച് നല്ല വൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ ഒന്നല്ല, ബീച്ച് അടിപൊളിയാണ്. സോ കാലിക്കറ്റ് ബീച്ചായിട്ട് മാത്രമായിട്ടൊരു കണ്ടന്റ് ചെയ്യാൻ ഒരു റീസൺ കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, കോഴിക്കോട് ബീച്ച് എന്ന് മാത്രം, അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിലോട്ട് മാത്രമായിട്ട് വരുന്ന ഒരുപാട് ജില്ലക്കാരുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയായാലും എറണാകുളം ജില്ലയായാലും ഒരുപാട് മറ്റുള്ള ജില്ലകളിൽ നിന്ന് കാലിക്കറ്റ് ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. ഇപ്പോൾ ബീച്ചിൻ്റെ ആ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബീച്ച് ഒരുപാട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഇരുന്നിട്ട് തന്നെ ഇവിടെ വേസ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ നോക്കി, നല്ല നീറ്റാട്ടോ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബീച്ച്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നടക്കാം. എന്നിട്ട് ബീച്ചിൻ്റെ ഇതുവഴി ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ബീച്ച് എൻട്രി ഈ ഒരു വഴി കൂടെ നടന്നു പോകട്ടോ. ക്രൗഡിന് ഒരു സമയത്തും ഇവിടെ ഒരു കുറവില്ലാത്തൊരു ഏരിയയാണ് കാലിക്കറ്റ് ബീച്ച്. ബീച്ചുകളിൽ മെയിൻ ബീച്ചിലൊന്നാണ് കാലിക്കറ്റ്, അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇവിടെ ഇനി എന്താണ് ഇതിൻ്റെ സ്പെഷ്യൽ വെച്ചാൽ, ഇവിടുത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് കാലിക്കറ്റ്. നല്ല കല്ലുമ്മക്കായ കിട്ടും, അത് നമുക്ക് കഴിക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്കിങ്ങനെ നടന്നിട്ട് പോകാട്ടോ. കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട് നോക്കുന്നുണ്ട്. ശരിക്കും ഈ ബീച്ചിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ അടിപൊളി ഒരു സ്പോട്ടിൽ ഈ സ്റ്റാർബക്സ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റാർബക്സിന് എന്തായാലും പറ്റും, നല്ലൊരു ഏരിയ ആണ്. കാരണം അതിൻ്റെ ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഇരിക്കുന്നവർക്ക് കറക്റ്റ് ആ ബീച്ച് കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ്. കസ്റ്റമേഴ്സ് കുറവാട്ടോ, 1-2 പേരേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ ഇവിടുത്തെ അധികം ആളുകൾ ഈ സ്റ്റാർബക്സ് എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവരാകില്ല. കാരണം കാലിക്കറ്റ് ബീച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല കല്ലുമ്മക്കായ പൊരിച്ചതും മറ്റേ സമൂസയും ഒരുപാട് നല്ല നല്ല ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ശരിക്കും ഇതാണ് ഈ ഒരു ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് വെച്ചാൽ ഇതുപോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മിഡിലായിട്ടാണ് വണ്ടി നിർത്തി കഴിഞ്ഞു. ഇതുണ്ടല്ലേ, ബീച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു വാൾക്ക് വരുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് നല്ല രസമാണ്. ഇവിടെ നമുക്ക് ചാടി കളിക്കാനൊക്കെ പറ്റുവാണെങ്കിൽ. അപ്പോൾ അത് ന്യൂ ഇയറിൻ്റെ സംഭവമായിട്ട് വന്നതാണ്. അത് കുറച്ച് കാലം 2 ദിവസം കൂടി ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഇന്ന് ജനുവരി 4-ാം തീയതിയാണ്. 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകുമായിരിക്കും. ശരിക്കും പറഞ്ഞാലേ കാലിക്കറ്റ് മസ്റ്റ് വിസിറ്റില് ഫസ്റ്റ് നിൽക്കുന്ന സ്പോട്ടാണ് കാലിക്കറ്റ് ബീച്ച്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കരിയത്തുംപാറ എന്ന ലൊക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല, കാണണം. അപ്പോൾ ആ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞില്ല തന്നെ. അതൊരു ഹിഡൻ സ്പോട്ടാണ്. വലിയ ടിക്കറ്റ്, ആകെ ടിക്കറ്റ് 20 രൂപയുള്ളൂ. നിങ്ങൾക്ക് ആ വഴിക്ക് തന്നെ പോകുമ്പോൾ വയനാട് വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അതായത് കാലിക്കറ്റ് വിസിറ്റ് ചെയ്ത് വയനാട് പോകാൻ പ്ലാൻ ഉള്ളവർക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് കരിയത്തുംപാറ കേട്ടോ. ബീച്ച് ഭയങ്കര നീറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഇത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ അവർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തോ പറ്റിയിട്ടുണ്ട്. അത് ഇവിടെ കുറച്ച് മുമ്പേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയി വരുന്ന ആൾക്കാരുണ്ടല്ലോ, ടോയ്ലറ്റിൽ പോയി വരുന്ന ടീംസുകൾ ഭയങ്കര സ്മെല്ലാണ് ഈ ഭാഗത്തൊക്കെ. ഇപ്പോൾ ഒരു സ്മെല്ലും ഇല്ല. ഇനിയിപ്പോൾ അത് ക്ലോസ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി അത് ക്ലോസ് ആയതുകൊണ്ടാവാം സ്മെല്ല് പോയത് കേട്ടോ. തിരിച്ചു നടക്കുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിച്ചത്, പാരഗണിൻ്റെ റെസ്റ്റോറൻറ്റ് അവിടെ വരുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, പാരഗൺ വരുന്നുണ്ട്. ഈ വ്ളോഗിൻ്റെ ലാസ്റ്റിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യണ്ട, ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, കാലിക്കറ്റ് ഞാൻ പറഞ്ഞാണല്ലോ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ബിരിയാണി അല്ലെങ്കിൽ മലബാർ ഫുഡിൻ്റെ പൊളി സ്പോട്ടുകൾ വരുന്നതാണ് കാലിക്കറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം, റഹ്മത്ത് എന്ന് പറഞ്ഞൊരു റഹ്മത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ബിരിയാണി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. അവരാണ് ഫസ്റ്റ് കാലിക്കറ്റ് ബിരിയാണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവർ ഭയങ്കര തിരക്കൂടി, ആളുകൾ പുറത്തുനിന്ന് ഒരുപാട് വരാൻ തുടങ്ങി. അവർ റെസ്റ്റോറൻറ്റ് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ഉള്ളതാണ് പാരഗൺ. പാരഗൺ എന്ന് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ പാരഗണിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ ഇവിടുന്നാണ്. അതായത് ഓണർ തന്നെ കാലിക്കറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് എല്ലായിടത്തും വന്നത്. ഇപ്പോൾ ഏകദേശം പുള്ളിക്ക് എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ 2 ഉണ്ട്. അതായത് ലുലു മാളിലുണ്ട്, ഫോർട്ട് കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരം വരുന്നുണ്ട്. ഇത് ഇപ്പം നിങ്ങൾ ഈ സ്റ്റാർബക്സിൻ്റെ ബേക്കിൽ കണ്ടില്ലേ. അപ്പം ഇനി സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മറ്റേ റഹ്മത്ത് ബിരിയാണിൻ്റെ ഹോട്ടലിലോട്ട് ഇത് കഴിഞ്ഞാൽ പോകണം എന്ന് എനിക്കുണ്ട്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, 4 കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ. അവിടെ പോയിട്ട് അത് ട്രൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കൂടി കാണാം. അവിടുത്തെ ഫുഡിൻ്റെ അവസ്ഥ എന്താണെന്നും അവിടുത്തെ ക്രൗഡിൻ്റെ അവസ്ഥ എന്താണെന്നും ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ച് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വാൾക്ക് വേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബീച്ചിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെയാണ് ഫുഡിൻ്റെ അടിപൊളി സ്പോട്ടുകൾ വരുന്നത്. അപ്പോൾ ആ ഫുഡിൻ്റെ സ്പോട്ടുകളൊക്കെ, ഫുഡിൻ്റെ ആ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ നടക്കട്ടെ കേട്ടോ. അവിടെ നിന്ന് എൻ്റർ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് എൻ്റർ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ.
ഇതൊക്കെ ക്ലോസ് ആണ് ഇതായിട്ടാണ്. പക്ഷെ ഒരുപാട് നല്ല ഷോപ്പുകളുണ്ട്. ഇനി ഇവിടുത്തെ സ്നാക്സുകൾ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നെല്ലിക്ക എല്ലാം ഉണ്ട്. വേറെ ഐറ്റം ഉണ്ട് ഐശ്വര്യതി നമുക്ക് കഴിക്കാം. അതിന് മുന്നേ നല്ലൊരു ചായ കുടിക്കാം. നല്ല അടിപൊളി ചായ കിട്ടുന്ന തിരക്കില്ലാത്തൊരു ഷോപ്പ് നോക്കട്ടെ. കേട്ടോ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത്. ഇതിനകത്തുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കോളിഫ്ലവർ, പഴംപൊരി. ഇതാണ് കല്ലുമ്മക്കായ, കാടമുട്ട. ഇത് രണ്ടും നമുക്ക് എടുത്തോക്കാം. ഇവിടുത്തെ അളണം ഒരു കല്ലുമ്മക്കായും ഒരു കാടമുട്ട. ഓക്കെ, ചായ ഉണ്ട്. രണ്ട് ചായ. ആ രണ്ടെണ്ണം. നല്ല എരിവുണ്ട് കേട്ടോ, കുറച്ച് നല്ല എരിവുണ്ട്. കാടമുട്ടയും ഇങ്ങനത്തെ കല്ലുമ്മക്കായൻ്റെ ഒരു സാധനം ഇതാണ് ഭയങ്കര ചൂടാണ്. അതെ, ഇത് കുറച്ച് ഇറച്ചി വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഐ മീൻ കക്ക ഇതിൻ്റെ അകത്താണ് വരുന്നത്. കല്ലുമ്മക്കായൻ്റെ കക്ക ആ സാധനം. ഇത് രണ്ടും കൊള്ളാം, അടിപൊളിയാണ്, നല്ല എരിവുണ്ട്. ചായൻ്റെ അവസ്ഥ വേറെ സംഭവം ഉണ്ടായി. അവിടെ നിന്ന സമയത്തേ അടുത്ത് പോലീസുകാരുണ്ടല്ലോ, ഇവിടുത്തെ മാതിരി സ്വഭാവമാണ് സത്യം പറയാം. അമ്മമാർക്ക് ക്യാമറ ഉണ്ടെങ്കിൽ ഒരുമാതിരി ഇളക്കം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന സമയത്ത് പാർക്ക് ചെയ്തതിൽ അവിടെ ഒരുപാട് വണ്ടി അവിടെ ആ ഒരു സീബ്ര ലൈനിലുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഫൈൻ അടക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഇവരെന്തൊരു ഒരുമാതിരി ഒരു ശത്രുക്കളോട് ബിഹേവ് ചെയ്യുന്ന പോലെ. ഞാൻ പറഞ്ഞു സാർ ഫൈനെ അടച്ചോളൂ, അങ്ങനെയൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഫൈൻ അടക്കണം, ഞാൻ പോയി സ്റ്റേഷനിൽ പോയി ഫൈൻ അടക്കും. പക്ഷേ ഇവർ നമ്മൾ കുറ്റവാളികൾ അവിടെ ഇല്ല, എല്ലാവർക്കും ഫൈൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത്രയും വന്നു കഴിഞ്ഞിട്ട് ഒരു ബീച്ച് വന്ന് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഇത് അവർ കാണിക്കും. ഈ ബീച്ചിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഈ ബീച്ച് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എത്ര പേര് വരും. പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഡ് ബിഹേവിങ് ആണ്. ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് വരുമ്പോൾ കണ്ടാൽ ഞാനൊരു റെഡ് ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്, ടീഷർട്ട് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വരുമ്പോൾ മഴ നനഞ്ഞിട്ട് വന്നിരുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ പുറത്തുനിന്ന് കുറേ ലേഡീസും കുറേ ഫാമിലീസും ഒക്കെ ഉള്ളതുകൊണ്ട് വേറൊരു എനിക്കൊരു ടീഷർട്ടും ജസ്റ്റ് ഒന്ന് അയച്ചിടാണ്ട് ഒരു 5 സെക്കൻഡ് കൂടിയും വേണ്ട. അത് ഞാൻ ആ പുള്ളിനോട് ചോദിച്ചു, സാറേ ഞാൻ അവിടുന്ന് മാറിട്ട് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ജസ്റ്റ് അവരെ ആ നിൽക്കുന്ന അവിടുന്ന് ജസ്റ്റ് ഒന്ന് അയച്ചിട്ടോട്ടെ എന്ന് ചോദിച്ചു. നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പോലീസുകാർ. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവർ പറഞ്ഞു ഇത് ക്ലോക്ക് റൂമൊന്നല്ല, ഇവിടുന്ന് മാറാൻ പറ്റില്ല. ഒരേമാതിരി നമ്മളൊന്ന് കളിയാക്കുന്ന പോലെ. ഇപ്പം പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല സാറേ പുറത്തുനിന്ന് മാറിക്കോളാം. ഞാൻ പബ്ലിക്കായിട്ട് എൻ്റെ ടീഷർട്ട് അയച്ച് മാറി വേറെ ടീഷർട്ട് ഇട്ടു. പക്ഷെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഒരിക്കലും മാറ്റം വരില്ല. അത് വേറെ കാര്യം, അതെന്തെങ്കിലും ആവട്ടെ. ചായ കൊള്ളട്ടോ. ഇനി ഞാൻ പറഞ്ഞ ഇവിടുന്ന് എല്ലാം ബീച്ച് നൈറ്റ് ലൈറ്റ് പോകാനായി. അപ്പോൾ ലൈറ്റൊക്കെ പോയതിന് ശേഷം നേരെ ഇവിടുന്ന് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഫൈൻ അടക്കണം 250 രൂപ. 250 രൂപ ഫൈൻ അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. റെസിപ്റ്റോ കാര്യങ്ങളൊക്കെ ഒന്നും ഇവിടുന്ന് എനിക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ചെന്നിട്ട് പറയാൻ 250 രൂപ ഫൈൻ അടക്കുമെന്ന് പറയാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല ഇവിടുന്ന് എന്തെങ്കിലും ചാർജ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഒന്നും തന്നിട്ടൊന്നുമില്ല. ഫൈന് തെറ്റുവന്നാൽ നമുക്ക് ഫൈൻ അടക്കണം, അത് നമ്മൾ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ
ഇവരിങ്ങനെ ബിഹേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫൈൻ അടക്കാൻ അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. തെറ്റ് പറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതൊക്കെ ഓക്കെ, അതൊക്കെ ഞാൻ അഗ്രി ചെയ്തു. പക്ഷെ തെറ്റ് ഒരു കൊലപാതകം ചെയ്ത പോലെയൊക്കെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അത് വിട്, അതെന്തേലും ആവട്ടെ. ബീച്ചിൻ്റെ കാര്യം പറയുമ്പോൾ ബീച്ച് ഇത് നല്ല വൃത്തിയുണ്ട് കേട്ടോ, ഇപ്പോൾ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാക്സിമം പോലീസുകാരൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട, ഇത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അടിപൊളിയാട്ടോ ബീച്ച്. നൈറ്റൊക്കെ കാണാം, ഈ ഒരു സമയം കാണാൻ നല്ല ഭംഗിയാണ്. കാലിക്കറ്റ് ബീച്ചിൻ്റെ ഭംഗി ഒരിക്കലും പോകൂല. ഇനി ഇവിടുത്തെ മെയിൻ ഐറ്റം പിടിക്കാം കേട്ടോ നമുക്ക്. ഐസ് വറുതി പിടിക്കാം. ചേട്ടാ ഐസ് വറുതി ഉണ്ടോ? ഒരു ഐസ് വറുതി. ഐസ് വറുതി രക്ഷയില്ല. മധുരം മതി. നല്ല സ്വഭാവം എന്നറിയാം, ഓടുന്നുണ്ടല്ലോ. തിരക്കുള്ള സ്ഥലമാണ്. അല്ല അല്പം കൂടിയേക്കും അവിടെയൊക്കെ മാത്രം തിരക്കില്ലാത്ത സ്ഥലം. അങ്ങനെ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഉണ്ടല്ലോ, കാലിക്കറ്റ് ഫേമസ് ആയ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആദ്യം കാലിക്കറ്റ് അറിയപ്പെട്ടിരുന്നത് ഈ ഒരു ഷോപ്പാട്ടോ, റഹ്മത്ത് ബിരിയാണി എന്നാണ്. പുറത്ത് മഴ ഉണ്ടായത് അവിടെ എനിക്ക് ഷോപ്പിൻ്റെ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ബിരിയാണി അത്യാവശ്യം ഫേമസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, പുറത്ത് ഒരുപാട് അറിയുമ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ നല്ല ക്രൗഡ് കൂടി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. അപ്പോൾ ഓക്കെ, ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബാക്കി ഫുഡിൻ്റെ അവസ്ഥ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു കേട്ടോ. ഫുഡ് ഒന്ന് ചിക്കൻ ഒന്ന് ബീഫാണ് ഓർഡർ ചെയ്ത്. ബീഫാണ് ഞാൻ കഴിച്ചത്. ഇവിടുത്തെ ബീഫ് പ്രത്യേകതരം ടേസ്റ്റ്. ബീഫ് ഒന്നാമത് നല്ല ചൂടാണ്. എനിക്കപ്പോൾ കൈ തട്ടുമ്പോൾ കൈ ഇതായിട്ട് പറ്റുന്നില്ല. കുറച്ച് ഹാർഡാട്ടോ ബീഫ്. കുറേ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മെൽറ്റായ പോലെയല്ല, കുറച്ച് ഹാർഡാണ് ബീഫ്. നമുക്ക് കുറച്ച് സലാഡായിട്ട് കഴിച്ചു നോക്കട്ടോ. ബീഫ് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ, ഒന്ന് കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇതാണ് റഹ്മത്തിലെ ബിരിയാണിയുടെ അവസ്ഥ. റേറ്റ് ഏകദേശം 130 ഹാഫിന് വരുന്നത്. അപ്പോൾ ഫുള്ളിന് ഏകദേശം ഒരു 180-200 ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ലൈറ്റ് പോകാനായിട്ടോ, ബീച്ച് ഒരുവിധം ലൈറ്റ് പോകാൻ തുടങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു ഐസ് വറുതിയും അതുപോലെ കല്ലുമ്മക്കായ. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെതായിട്ടുണ്ട്, എല്ലാം പൊളിയാണ്. എനിക്കിപ്പോൾ ഇത് വാങ്ങിച്ച ഷോപ്പ് ഇത് ചേട്ടൻ നല്ല അടിപൊളി കേട്ടോ, റിക്കാണ്, കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. ബീച്ച് അടിപൊളിയാണ്. അപ്പോൾ ലൈറ്റ് പോകാനായി പറഞ്ഞാൽ ഇരുട്ട് മൂടി തുടങ്ങി. അപ്പോൾ ഞാനത് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ മൂന്നാമത്തെ സ്പോട്ട് ഞാനത് കാർഡിലിടാം. മൂന്നാമത്തെ സ്പോട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ആ കാർഡിൽ കണ്ട് SM സ്ട്രീറ്റിലോട്ടാണ് ഇനി മൂന്നാമത്തെ ഞാൻ ഇപ്പോൾ പോകുന്നുള്ളൂ. കാർഡ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങളിത് ഇവിടെ കാർഡുണ്ടോ, നിങ്ങൾ കണ്ടേക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ പിന്നെ ബൈ.